12:29 മുതൽ 84 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുക. കാശിയിലെ ഗണേശ്വര ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് രാജ്യത്തെ 50 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും. വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 114 കലശങ്ങളിൽ നിറച്ച ജലം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത്. കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് മിഴി തുറക്കുക. ശാസ്ത്രീയ സംഗീതോപകരണങ്ങളാൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുണ്ടാകും. പരമ്പരാഗത സംഗീതോപകരണങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക. ക്ഷേത്ര ശ്രീകോവിൽ തുറക്കുന്നതും പ്രാണപ്രതിഷ്ഠയുടെ കണ്ണെഴുതുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉത്തർപ്രദേശിലെ കലാകാരന്മാരുടെ ഓടക്കുഴൽ, ധോലക്, കർണാടകയിൽ നിന്നുള്ള വീണ, മഹാരാഷ്ട്രയുടെ സുന്ദരി, പഞ്ചാബിന്റെ അൽഗോസ, ഒഡീഷയിലെ മർദാല, മധ്യപ്രദേശിന്റെ സന്തൂർ, മണിപ്പൂരിന്റെ പങ്, അസമിന്റെ നഗാഡയും കാളിയും, ഛത്തീസ്ഗഡിന്റെ താംബൂര, ബീഹാറിന്റെ പക്കവാച്ച്, ഡൽഹിയുടെ ഷഹനായി, രാജസ്ഥാന്റെ രാവൺഹാട്ട, ബംഗാളിൽ നിന്നുള്ള ശ്രീഖോൽ, സാരോത്ത്, ആന്ധ്രാപ്രദേശിന്റെ ഖഡം, ഝാർഖണ്ഡിന്റെ സിത്താർ, തമിഴ്നാടിന്റെ നാദസ്വരവും മൃദംഗവും, ഉത്തരാഖണ്ഡിന്റെ ഹുദ്ക എന്നിവയും ചടങ്ങിന് മാറ്റുകൂട്ടും. ആയിരക്കണക്കിന് വിശ്വാസികളാണ് രാമജന്മഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക ക്ഷണിതാക്കൾ രാവിലെ മുതൽ ക്ഷേത്രത്തിലെത്തി തുടങ്ങി. കനത്ത ത്രിതല സുരക്ഷാ വലയത്തിലാണ് ക്ഷേത്രവും പരിസരവും. 10:25 അയോധ്യ വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി 10:55 ക്ഷേത്രത്തിലെത്തി. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 1 മണിക്ക് പ്രധാനമന്ത്രി മോദി ക്ഷണിക്കപ്പെട്ട അതിഥികളെ അഭിസംബോധന ചെയ്യും. 2 മണി മുതൽ ക്ഷേത്ര ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2:10 പ്രധാനമന്ത്രി കുബേർ തിലയിലെ ശിവക്ഷേത്രം സന്ദർശിക്കും. അയോധ്യയിൽ പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഉറപ്പാക്കുമ്പോഴും ആഘോഷങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീഥികളും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിച്ച 7500 പൂച്ചെടികൾ നട്ടു. നഗരവീഥികളിലെങ്ങും കൊട്ടുംപാട്ടും കലാപരിപാടികളും രാമനാമ ജപങ്ങളും മാത്രം. വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി 10 ലക്ഷം മൺചിരാതുകളിൽ തിരികൾ തെളിയും. രാജ്യത്താകമാനം ക്ഷേത്രങ്ങളിലും പൊതുയിടങ്ങളിലും ആയിരക്കണക്കിന് LED സ്ക്രീനുകളാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് വീക്ഷിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.